നിത്യവീരം. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം 1000-ഓളം വരുന്ന സ്വഹാബത്തിനെയുമായിട്ട് ഈ മദീനയുടെ തൊട്ട് അടുത്തുള്ള ഈ ഉഹുദിൻ്റെ ഈ പ്രദേശത്തേക്ക് ശത്രുക്കൾക്ക് നേരെ പോവാണ്. പോകുന്ന വഴിയിൽ ആ ശത്രുക്കളുടെ ബാഹുല്യം കണ്ട് മുനാഫിക്കുകളായിട്ടുള്ള ഒരു 300-ഓളം ആളുകൾ വഴിയിൽ നിന്ന് തന്നെ പിന്തിരിഞ്ഞു. അതിനുശേഷം 700 ആളുകളാണ് ബാക്കിയായത്. 700 ആളുകൾ ആദ്യം ദ്വന്ദ്വ യുദ്ധങ്ങളാണ്, ഒറ്റക്കൊറ്റക്കുള്ള യുദ്ധങ്ങളാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ഒറ്റക്കൊറ്റക്കുള്ള യുദ്ധങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം യുദ്ധം ആരംഭിച്ചു. മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി. 50-ഓളം വരുന്ന സ്വഹാബത്തിനെ ജബലു റുമാത്ത് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ആ ചെറിയൊരു കുന്നിൽ നിർത്തിയിരുന്ന സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അവരോട് എന്ത് സാഹചര്യങ്ങളുണ്ട് എങ്കിലും ആ മലയിൽ നിന്ന് താഴെ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശവും കൊടുത്തിരുന്നു. പക്ഷേ യുദ്ധം ആദ്യഘട്ടത്തിൽ വിജയകരമായത് കണ്ട് ആളുകൾ അവർ ചിഹ്നഭിന്നമായി ഓടുന്നത് കണ്ട് അവിടെ അവരുടെ മുതലുകളൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി, ഗനീമത്ത് മുതലുകളൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി സഹാബത്ത് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ടില്ലേ നമുക്ക് കിട്ടൂല എന്നുള്ള ആ ഒരു പൈശാചികമായ ചിന്ത സുബൈർ ബിൻ അവാമിൻ്റെ കൽപ്പനയൊക്കെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം മാത്രം അതിൻ്റെ മുകളിൽ ബാക്കിയാകുകയും ബാക്കിയുള്ളവരൊക്കെ താഴെ ഇറങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടി ആ ഒരു ഗ്യാപ്പ് നോക്കിക്കൊണ്ട് ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം, കുതിരപ്പടയാളികൾ ആ ജബൽ റുമാത്തിൻ്റെ പിന്നിലൂടെ ഈ ഗനീമത്ത് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുകയും മുസ്ലിങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത രൂപത്തിൽ, വിറച്ചു പോകുന്ന രൂപത്തിലുള്ള പരീക്ഷണം നേരിടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആളുകൾക്ക് മുൻപല്ല് പൊട്ടുകയും കുഴിയിൽ വീഴുകയും ശരീരത്തിൽ രക്തം വാരുകയും ഒക്കെ ചെയ്തിട്ടുള്ള, അങ്ങനെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്തൊക്കെ ശരീരത്തിൽ 80-ഓളം വെട്ടുകൾ കൊണ്ട് അങ്ങനെ മരണപ്പെട്ടിട്ടുള്ള 70-ഓളം ഷഹീദുമാർ ഈ ഉഹുദിൻ്റെ രണാങ്കണത്തിലുണ്ട്. അത്രയും കടുത്ത പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു രണാങ്കണമാണ് ഈ ഉഹുദിൻ്റെ താഴ്വര എന്നുള്ളത്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബാക്കിയായിട്ടുള്ളത്, പ്രവാചകന്റെ കൊടിയുടെ പിന്നിലുണ്ടായിരുന്നത് ആകെ 14 പേര് മാത്രമാണ്. 700 ആളുകൾ യുദ്ധത്തിനിറങ്ങിയിട്ട് 14 പേര് മാത്രമാണ്. അങ്ങനെ അത്രയും കടുത്ത പരീക്ഷണമാണ്. പിന്നീട് 3-ാം ഘട്ടത്തിൽ പിടിച്ചു നിന്ന് വിജയിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ ധാരാളം ഗുണപാഠങ്ങൾ അതിലൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സ്വതത്വ ആധികാരം പോകുന്ന സമയത്ത് ധാരാളം ആയത്തുകളിലൂടെ ഇതിൻ്റെ ത്യാഗാരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആണ്. ഉഹുദിൽ ശുഹദാക്കൾ 70-ഓളം വരുന്ന സ്വഹാബത്താണ് ഈ ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് ഷഹീദായിട്ടുള്ളത്. ഹംസ റളിയല്ലാഹു അൻഹു, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സ്വഹാബത്തിൻ്റെ ഖബറുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഇതിൻ്റെ പിന്നിലായിട്ട് കാണുന്ന ഉഹുദ് മലയാണ്. അതേപോലെ തന്നെ ജബൽ റുമാത്ത് ചെറിയ ഒരു കുന്ന് ആണ്. ഉഹുദിൻ്റെ യുദ്ധക്കളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു കബർ കിട്ടുകയാണെങ്കിൽ, ഒരു ഖബർസ്ഥാനം കിട്ടുകയാണെങ്കിൽ കോടികൾ ഉണ്ടാക്കാനുള്ള അവസരമാണ്. സഹാബത്തിൻ്റെ ഖബർസ്ഥാനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഷഹീദായ നമ്മളെ അവിടെ ഓമാന്യ ഷുഹാദാക്കളെ കൊണ്ട് എത്ര പൈസ ഉണ്ടാക്കേണ്ട ആൾക്കാർ നേർച്ചപ്പെട്ടിലൂടെ ആയിട്ടും നേർച്ചയിലൂടെ ആയിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ ഓമാന ഷുഹാദാക്കളെ വെച്ച് തന്നെ നമ്മൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ശ്രോതാക്കൾ, ഷഹീദായ ശ്രോതാക്കൾ മറപെട്ട് കിടക്കുന്ന സഹാബികൾ മറപെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ എന്താണുള്ളത്? കാര്യമായിട്ട് ഇവിടെ എന്താണ് ഒരു കവർ പോലും നമ്മൾ കാണാൻ വേണ്ടി ഒരു കവർ പോലും ഇവിടെ. അത് കച്ചവടക്കൽ പെടരുത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇതിലൊന്നല്ല പുണ്യം. കബർ കുറെ ഉയർത്തിയിട്ട് അതിലൊരു പുണ്യമില്ല. കടവർ ഉയർത്തുന്നില്ല. കബർ
മരണത്തിൻ്റെ മുമ്പുള്ള ജീവിതത്തിലാണ്, മരണത്തിന് മുമ്പ് ജീവിതത്തിൽ തഖ്വയിലാണ് പുണ്യമുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും.